ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പ്ലാൻ പരാജയപ്പെട്ടതിന് അവനെ വിളിച്ചു വരുത്തി കൊന്നുകൊണ്ടിരിക്കുമ്പോഴാ വസുന്ധരയുടെ കോള് വന്നത്. എന്നെ ഇപ്പോഴും സംശയമാണെങ്കിൽ വസുന്ധര അവനോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഫോൺ കൊടുക്കാം. വസുന്ധര മാഡം, നടന്ന് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. വെറുതെ എനിക്ക് പഴിയേക്കാൻ വയ്യ. സോറി മാഡം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. നിധിയെ കൊല്ലാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അവസാന നിമിഷം അതൊന്ന് പാളിപ്പോയി. മാഡം, എന്നോട് ക്ഷമിക്കണം. ഇനി മേലാൽ ഇങ്ങനത്തെ തെറ്റുണ്ടാവില്ല. മണ്ണാങ്കട്ട, നീ ആ ഫോൺ CKC കയ്യിൽ കൊടുക്ക്. സർ. ഹലോ വസുന്ധരെ, അവൻ പറഞ്ഞത് കേട്ടല്ലോ. CKC, ഒരു കാര്യം മനസ്സിലാക്കണം. CKCയെ ഗൗതമും നിധിയും റിസോർട്ടിലേക്ക് പോകുന്ന കാര്യം വിളിച്ചറിയിച്ച് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നിങ്ങളത് ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിച്ചു കളയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു വിധത്തില് ഏട്ടത്തിയെ ഞാൻ നിധിയുടെ ശത്രുവാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. ഇനിയിപ്പോ ഗൗതമിന്റെ ജീവൻ രക്ഷിച്ചവളെന്ന വീരപരിവേഷമായിരിക്കും അവൾക്ക് ഈ വീട്ടിൽ കിട്ടാൻ പോകുന്നത്. അത് CKCക്ക് അറിയോ? ഒരു സുവർണ അവസരമാ CKC ആയിട്ട് തന്നെ ഇല്ലാതാക്കി കളഞ്ഞത്. എന്താ ഇത്? മോനെ, ഞാൻ CKCയെ വിളിച്ച് നിന്നെ ഉപദ്രവിച്ചതിന് വഴക്ക് പറയുകയായിരുന്നു. മിണ്ടിപ്പോരുത് നിങ്ങള്. ഇപ്പൊ എന്നെ നിങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരിക്കൽ നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നല്ലേ? അതിന്റെ ഒരു ദയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കാത്തത് എന്താ? എന്നെ കൊന്നൊഴിവാക്കാൻ CKCയെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഗുണ്ടകളെ അയച്ചു അല്ലേ? അയ്യോ അല്ല, ഞാനതല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഈ ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രമല്ല നിങ്ങൾ എനിക്ക് സംശയം. പല തവണ പല രീതിയിൽ പലരുമായിട്ട് ചേർന്ന് നിങ്ങൾ എനിക്കെതിരെ കരുക്കൾ നീക്കി. എന്നിട്ട് ഞാൻ ക്ഷമിച്ചത് എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ അമ്മയെന്ന് വിളിച്ചിരുന്ന സ്ത്രീയാണ് നിങ്ങൾ. അതുകൊണ്ട് മാത്രമാ. നിങ്ങളുടെ മനസ്സിലെ ക്രൂരതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. ഒരു അനുകമ്പയും ഒരു ദയയും ഒരു പരിഗണനയും നിങ്ങൾ എന്നിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കരുത്. ഗൗതം, പ്രതീക്ഷിക്കാൻ പാടില്ല. ആഹാ, ഇതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? ഈ സാരി എടുത്ത് ഉടുക്കാൻ നോക്കിയത് അബദ്ധമായെന്നാ തോന്നുന്നത്. കൈക്ക് നല്ല വേദനയുണ്ട് ഗൗതം. ഇത് എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? കൈ ശരിയാവുന്ന വരെ വല്ല ചുരിദാറും മറ്റും ഉപയോഗിച്ചാൽ പോരായിരുന്നോ? ഇങ്ങോട്ടാ, ഞാൻ ഉടുപ്പിച്ചു തരാം. സാരി ഉടുപ്പിക്കാൻ അത്ര കൊതിയാണെങ്കിലേ ആദ്യം ഈ ബ്ലൗസിന്റെ വള്ളി ഒന്ന് കെട്ടിത്ത. വള്ളിങ്കി വള്ളി കെട്ടി തന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ഹലോ, മോനവിടെ വള്ളി കെട്ടുവാണോ അഴിക്കുവാണോ? കെട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? ഒരു സഹായം വേണ്ട, ബാക്കി ഞാൻ ചെയ്തോളാം. ബെസ്റ്റ്. നീ ഈ വയ്യാത്ത കൈയും വെച്ച് എന്തിനാ മോളെ ഞൊറി കൊടുക്കാനായിട്ട് പാടുപെടുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ടുണ്ടോ? അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇങ്ങോട്ട് താവണ്ണ. ഇങ്ങോട്ട്. അയ്യോ,
വേണ്ട വേണ്ട, കൈ വേദനിക്കും, ഞാൻ കുത്തിത്തരാം. ഇനി എന്താ വേണ്ടേ? എന്റെ വയ്യായിക ചെക്കൻ ശരിക്കും മുതലെടുക്കുകയാണല്ലേ? ആ അതെ അതെ, എനിക്കിത് തന്നെ വേണം. വയ്യാത്ത ആളിനെ ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ ഒടുവില് നമ്മൾ മുതലെടുപ്പുകാരനായി. ഇനി ഞാൻ ഒന്നിനും വരുന്നില്ലേ. ഓടുന്നു. അതെ, എനിക്ക് കുടിക്കാൻ വെള്ളം എടുക്കാനാണ് താഴേക്ക് പോയത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ. അവസാനം അതിനും കുറ്റം പറയാനല്ലേ? ഗൗതം വെള്ളം എടുക്കാനായിട്ട് ചെന്നപ്പോഴേ അമ്മ ഒന്നും ചോദിച്ചില്ലേ? കൈ മുറിഞ്ഞത് കെട്ടിവെച്ചത് നേരിട്ട് കണ്ടിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്ത് ചോദിക്കാനല്ലേ? അപ്പോഴത്തെ എന്തോ ടെൻഷനില് അമ്മ നിന്നോടൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴേ നിനക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോ വെള്ളം എടുത്ത് തന്നു പോലും അമ്മയാ. എന്റെ കാര്യം എങ്ങാനും ചോദിച്ചോ? പിന്നെ നിനക്ക് വേണ്ടി വഴക്ക് കേട്ടത് മുഴുവൻ ഞാനാ. ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോയി കണ്ണി കണ്ട ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നിനക്ക് വെട്ട് വാങ്ങിച്ചു തന്നുന്ന അമ്മയുടെ കുറ്റപ്പെടുത്തല്. അല്ലേലും അമ്മയുടെ സ്വഭാവം അതാണല്ലോ. എനിക്ക് വേദനിച്ചാൽ നോവുന്നതിനേക്കാൾ അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ നോവും. സ്റ്റിച്ചുണ്ടോ വലിയ മുറിവാണോന്നോ ഒക്കെ അമ്മ ചോദിച്ചു. ആ ഒരു കാരണവശാലും നിന്റെ കൈ നനയാതെ നോക്കണമെന്ന് അമ്മ എന്നെ ഏർപ്പാടാക്കിയിരിക്കുക. ഓ വെള്ളമായിട്ട് അമ്മയും കൂടി കയറി വരാൻ തുടങ്ങിയതാ. പിന്നെ ഞാനാ പറഞ്ഞത് വെള്ളം ഞാൻ കൊണ്ടേ കൊടുത്തോളാന്ന്. എന്താ? അയ്യോ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? ഗൗതമന്റെ സ്നേഹം ഓർത്തിട്ട്. ഈ സ്നേഹത്തിന്റെ ഭാരം എനിക്ക് താങ്ങാനാവുന്നില്ല ഗൗതം. ഇത്തരം ഒരു കേസ് ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ അറിയണം. സ്വന്തം ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങളല്ല എനിക്ക് വേണ്ടത്. സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ കേസ് ഏറ്റെടുക്കൂ. ഞാൻ പറഞ്ഞല്ലോ സർ, ഈശ്വരമംഗലം കുടുംബത്തിലെ രണ്ടാമത്തെ മകന്റെ ഭാര്യ ഞാൻ.